നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കോടതിയുടെ മുന്നിൽ തെളിവുകൾ സമർപ്പിച്ച് തൽക്കാലം അവർ ജയിച്ചു നിൽക്കുകയാണ്. എടുത്തിയാട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാളുവിനൊന്ന് കാണാൻ പോലും അനുവാദം കിട്ടാത്ത രീതിയിൽ നമുക്ക് വിലക്ക് കിട്ടും. എടാ, അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. മാളുവിന് ഓർമ്മ തിരിച്ചു കിട്ടി ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്ന് മാളു കോടതിയിൽ പറഞ്ഞ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അതിന് മാളുവിനൊന്ന് സമാധാനത്തോടെ വിട്ടാലേ അതെല്ലാം നടക്കൂ. ഞാനും ഗംഗയൊന്നും ഇല്ലാതെ ഈ അവസ്ഥയില് മാളു എത്രമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടാവും. നീ ഇങ്ങനെ വിഷമിക്കാതെ മതി, എല്ലാം ശരിയാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാളുവിന് ഓർമ്മ തിരിച്ചു കിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നത്. നീ ഒന്ന് സമാധാനിക്കും. ശ്രീ മഹേശ്വര, എനിക്ക് മാളുവിനെ കാണാൻ പറ്റണേ. ആരെയും കാണുന്നില്ലല്ലോ. ഗോകുൽ, എന്ത് ധൈര്യത്തിലാടി നീ മുറ്റത്ത് കാലുകുത്തിയത്? അത് എനിക്ക് മാളിനൊന്ന് കാണണം. എന്തിനെ? ഇതുവരെ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹമൊന്നും നിനക്ക് മതിയായില്ലേ? കണ്ടോമ്മേ, മാളൂനൊക്കെയാണ് ഒരുത്തി വന്നിരിക്കുന്നത്. എന്റെ കുഞ്ഞിനെ ഒരിക്കൽ കണക്കിലെറിഞ്ഞത് പോരാഞ്ഞിട്ടാണോ നീ പിന്നെയും വന്നത്? അയ്യോ, ഈശ്വരൻ പോലും ക്ഷമിക്കാത്ത വാക്കുകളൊന്നും പറയല്ലേ. മാളൂന് ആപത്ത് വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്ന നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങൾ കരുതുന്നുണ്ടെന്ന് മാത്രമല്ല, നീ അങ്ങനെ ചെയ്തു ഞങ്ങൾ ഉറപ്പുണ്ട്. ഇവിടെ വന്ന് നീ ഈ മുതലക്കണ്ണീർ ഒഴുക്കി ഒന്ന് കാണിക്കണം. നിന്നെ നാടകം കാണാൻ ഇവിടെ ആർക്ക് സമയമില്ല. ഇതൊക്കെ നീ മഹിയുടെയും അവന്റെ വീട്ടുകാരുടെയും മുന്നിൽ കാണിച്ചാൽ മതി. എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ, സാരില്ല. പക്ഷെ മാളൂനൊന്ന് കാണാൻ എന്നെ അനുവദിച്ചാൽ മതി. നടക്കില്ല. നിന്റെയൊക്കെ തനി സ്വഭാവം അറിയാത്തതല്ല, ആ കുഞ്ഞ് നിന്നെ മഹിയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് മുതലെടുത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാനാ നിന്റെ ഈ വരവെന്ന് എനിക്കറിയാം. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്. എനിക്ക് മാളൂനൊന്ന് കണ്ടാൽ മാത്രം മതി. കേസിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും ഞാൻ മാളൂനോടൊന്നും പറയില്ല. ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഒരു പെണ്ണായതുകൊണ്ടാ ഞാൻ നിന്നെ കൈവയ്ക്കാത്തത്. പക്ഷെ പറയുന്ന അനുസരിക്കാതെ ഇനി ഈ വീട്ടിൽ കയറാൻ ശ്രമിക്കുന്നെങ്കിൽ ആ പരിഗണന ഞാനങ്ങ് മറക്കും. വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൂട്ടത്തിറങ്ങി പോടി. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടി. നിന്റെ കള്ളക്കണ്ണീര് സങ്കടമൊന്നും ഞങ്ങൾക്ക് കാണണ്ട. പിടിച്ച് പുറത്താക്കാൻ ഞങ്ങളുടെ കൈ മെനക്കെടുത്തരുത്. ഇറങ്ങി പോകാനാ പറഞ്ഞത്. നാശം പിടിക്കാനായിട്ട് ഓരോന്ന് വീട്ടിൽ വന്ന് കേറിക്കോളൂ. ഒരു തരത്തില് സ്വൈര്യം തരില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യാനാ? ഇറങ്ങി പോടി അവിടുന്ന്. അവളുടെ ഒരു പൂങ്കണ്ണീര്.
ഗംഗെ, ഓ ഗോകുലേട്ട് മാറിയിട്ടുണ്ട്. വേഗം കയറിക്കോ. ശരി ചേച്ചി. ഗംഗെ, നാളെ മുകളിലത്തെ മുറിയില്ല. വേഗം അവിടേക്ക് ചെല്ലേ. പെട്ടെന്ന്. മാളു, ഷ്, പതുക്കെ. മാളു. മാളു. എന്താ ഇത്രയും നേരം വരാതിരുന്നത്? ഞാൻ ഗംഗയെ കാണാതെ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? അവരെന്നെ മാളുനെ കാണാൻ സമ്മതിച്ചില്ല. ഇപ്പൊ ഞാൻ ആരും കാണാതെ വിളിച്ചാ വന്നത്. ഞാനിവിടെ വന്ന കാര്യം മാളു ആരോടും പറയരുത് കേട്ടോ. ഇല്ല, മാളു എന്തെങ്കിലും കഴിച്ചോ? ഒന്നും കഴിച്ചില്ല. ഞാൻ ദേ മാളുവിന് കഴിക്കാനുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. തരട്ടെ? വാ. മാളുവിനെ ആരാ പിടിച്ചോണ്ടോ എന്ന് നോക്കറിയോ? പറയും മോളെ. ഇല്ല, എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. അത് ഓർക്കാൻ നോക്കുമ്പോ എനിക്ക് പേടിയാവുക. ഞാൻ കിണറ്റിൽ വീഴുന്ന പോലെയൊക്കെ തോന്നുക. മാള് പേടിക്കണ്ട കേട്ടോ. ഗംഗെ, ഇനി ഇവിടെ ഇരുന്ന അവര് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇറങ്ങുന്നതാ നല്ലത്. മാളു, ഞാനിന്ന് ഇപ്പൊ പോട്ടെ. ഇനി നാളെ വരാം. കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് പോയാ മതിയോ? ഇനി ഇവിടെ നിന്നാലേ അവരെന്തെങ്കിലും കണ്ടോ എനിക്ക് പിന്നെ ഇവിടെ വരാനോ മാളുവിനെ കാണാനോ പറ്റാതെ വരും. എന്നാങ്കിൽ ഇന്ന് പൊയ്ക്കോ, എന്നിട്ട് നാളെ വന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.